തിമോത്തിയോസ്, തീത്തോസ്, തിഹിക്കോസ്, എപ്പഫ്രാദിത്തോസ്, അക്വിലാസ്, പ്രിസ്കില്ല, ത്രൊഫൈന, ത്രൊഫോസ്, ഫേബ, കർത്തോസ്, തെർത്തോസും, അംബ്ലിയാത്തോസ്, ഉംബ്ലിയാത്തോസ്, താക്കു എന്നൊക്കെ പറയുന്ന ഒട്ടനവധി ആളുകളെ തട്ടിത്തലോടി തഴുകി വളർത്തി തനിക്ക് പകരം ഈ രണാങ്കണത്തിൽ നിലനിർത്തിയ പൗലോസിൻ്റെ ആ ശിഷ്യസമ്പത്തിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലുള്ളതായിരിക്കുന്ന സഹപ്രവർത്തകരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐക്യവും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള തൻ്റെ ആ മനോഭാവത്തെക്കുറിച്ച് ഒരാൾ വാദോരാതെ പറയുന്നു. എന്നിരിക്കട്ടെ, കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ വിശേഷമായിരിക്കുന്ന വന്ദനവും സ്നേഹവും ആദരവുകളും അറിയിക്കുകയാണ്. ഓരോ എപ്പിസോഡുകൾക്ക് വേണ്ടി നിങ്ങൾ വളരെ താല്പര്യത്തോടുകൂടെ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നത് മുടങ്ങാതെ ഇത് നൽകിത്തരുവാൻ ഞങ്ങൾ കൂടുതൽ പ്രചോദനം ഉൾക്കൊള്ളുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവിൻ്റെ കൃപയും കരുതലും കാവലും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. 2025 ആണ്ടിൽ കർത്താവ് നൽകിത്തരേണ്ട സകല നന്മകളും മുടക്കമില്ലാതെ ലഭ്യമാകാൻ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയാസ്വിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. നിരവധി മേഖലകളിൽ കർത്താവിൻ്റെ ധന്യമായിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കേണ്ടതിനു വേണ്ടി സമർപ്പിതരായിരിക്കുന്ന ഒരുപറ്റം യുവപ്രതിഭകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെ ഓർത്ത് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് നൽകി തന്നിട്ടുള്ള വിളിക്കനുസാരമായ ജീവിത സംസ്കാരത്തിന് നമ്മൾ സൂക്ഷിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഗ്രഹിത പ്രബോധനങ്ങൾ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ, 4-ാം അധ്യായം മുതൽ പ്രബോധനങ്ങളുടെ ഒരു പെരുമഴയാണ്. നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള പെരുമഴയാണ്. 4-ാം അധ്യായത്തിൽ ഉള്ള പ്രബോധനങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് തരികയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ 3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 5 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനമാണ്. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മഹത്തായിരിക്കുന്ന കാര്യങ്ങൾ 5 എണ്ണമാണ് നമ്മുടെ സംസ്കാരം നിലനിർത്തുവാൻ. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നാം വിനയമുള്ളവരാകണം എന്നല്ല, പൂർണ്ണ വിനയം എന്നതാണ്. മനുഷ്യന് കൈമോശം വന്നിട്ടുള്ളൊരു സദ്ഗുണമല്ലേ അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ധാർഷ്ട്യവും ധിക്കാരവും താൻപോരിമയും അഹന്തയും അഹങ്കാരവും വാരി ഉടുത്തുകൊണ്ട് നടക്കുന്ന മനുഷ്യരെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, മുതിർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ പോലും അഹന്തയുടെ സംസാര രീതി നമുക്ക് കാണാൻ കഴിയും. മമ്മിയുടെ പണി നോക്കുമേ, പപ്പയ്ക്ക് എന്നാ അറിയാം, പപ്പയുടെ കാര്യം നോക്ക് എന്നൊക്കെ പറയുന്ന തലമുറകളെ നമ്മൾ ഭയന്നു പോവുകയാണ്. അതുപോലെ തന്നെ മക്കളോടും ആക്രോശിക്കുന്ന മാതാപിതാക്കളും കുറവല്ല. ഇടവകയോട് ആക്രോശിക്കുന്ന ശുശ്രൂഷകർ കുറവല്ല. ശുശ്രൂഷകൻ്റെ നേരെ കൈ ചൂണ്ടുന്നതായിരിക്കുന്ന വിശ്വാസികളും കുറവല്ല. അപ്പം മൊത്തത്തിൽ വിനയമില്ലായ്മയുടെ ഒരു താളഭംഗം നമുക്കെല്ലായിടത്തും കാണാൻ കഴിയുമ്പോൾ വിളിക്കപ്പെട്ടവരോട് കനത്ത പ്രബോധനങ്ങൾ പലത് നൽകുന്നതിൽ പ്രഥമമായ പ്രബോധനം ഇതാണ്. എന്താ? പൂർണ്ണ വിനയം ഉള്ളവരാകുക. ഈ വിനയം എന്ന് പറയുന്നത് വെറുതെ വേഷത്തിലും ഭാഷയിലും വെറുതെ കുറേ പ്രകടനങ്ങളിലും ഒന്നും പോരാ. ആരോടും മിണ്ടാതെ മിണ്ടാവൃതം ആചരിച്ചുകൊണ്ട് ലളിതമായ വസ്ത്രധാരണത്തോടുകൂടെ അമിത ഭക്ഷണം ഒന്നുമില്ലാതെ വല്ലപ്പോഴും ഒക്കെ ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞ് താപസനായിട്ട് ഒക്കെ കഴിയുന്ന വ്യക്തികൾക്ക് ഭയങ്കര വിനയമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകാം. അതൊക്കെ വേഷത്തിലെ വിനയഭാവങ്ങളാണ്. ഈ പൂർണ്ണ വിനയം എന്ന് പറയുന്നത് നാം സ്വയം ചെറുതാകുക എന്നുള്ളതല്ല, പകരം എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പാടുന്നത്, പറയുന്നത്, പ്രസംഗിക്കുന്നത്, പോകുന്നത്, ഞാൻ നിലനിൽക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന ബോധ്യം നമ്മെ ഭരിക്കുമ്പോഴാണ് നമ്മൾ വിനയാന്വിതരാകുന്നത്. മാത്രമല്ല, വിനയത്തിന് നേരെ എതിരായി നിൽക്കുന്നത് നിഗളമാണ്. ആ നിഗളം സാത്താന്യമാണ്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന വീഴ്ച എന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിൻ്റെ ഒരു കണ്ടെത്തലാണ്, നിഗളിച്ചിട്ടാണ് പിശാചിന് വീഴ്ച ഭവിച്ചത്. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും. എങ്ങനെ? ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിശാച് തൻ്റെ നിഗളത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ നടത്തുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ നിഗളിച്ച പിശാചിനെ കർത്താവ് നിഷ്കാസിതമാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പിശാചിന്
നിഗളത്താൽ വന്ന വീഴ്ച. അപ്പോൾ വാഴ്ച കാത്തുകൊള്ളാതെ നിഗളം കൊണ്ട് വീഴ്ച പറ്റിപ്പോയ പിശാചിനെ പോലെ നാം അധപ്പതിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടത് നിഗളമല്ല, പകരം നിഗളത്തിന് വിരുദ്ധമായി വ്യാപരിക്കുന്ന ആത്മീയ ഗുണമായ വിനയമാണ്. ആ വിനയം അല്പം പോരാ, പൂർണ്ണ വിനയം വേണം. ചിലരുടെയൊക്കെ ഭാവവും പടുതിയൊക്കെ കണ്ടാൽ അവരില്ലായിരുന്നെങ്കിൽ കർത്താവ് എന്നാ ചെയ്തു പോയനെന്ന് നമുക്ക് സങ്കടം തോന്നിപ്പോവും. അതേ പരുവത്തിലാണ്. ചില സഭകളിലൊക്കെ ശുശ്രൂഷകന്മാർ വളരെ പാടുപെട്ട് ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥിച്ച് പഠിച്ച് അത് ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് കൃപയിൽ ആശ്രയിച്ച് നിൽക്കുമ്പം ചില പുള്ളികളുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടാൽ അവരിതെല്ലാം അറിഞ്ഞതാണ്, പാസ്റ്റർക്ക് ട്യൂഷൻ എടുക്കുന്നത് അവരാണെന്ന് ഉള്ള ഭാവത്തിലായിരിക്കുക. അതൊക്കെ ഈ വിനയത്തിനെതിരായിട്ടുള്ള ഭാവമാണ്. ഒരു സ്തോത്രം പറയാനും കൈയൊന്നു കൊടുക്കാനും ഒന്ന് ചിരിച്ചു കാണിക്കാനും ഒക്കെ മനസ്സില്ലാതെ എന്തിലൊക്കെയോ ഇങ്ങനെ കടിച്ചു തൂങ്ങി വെറുതെ ജാട കാണിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവിടെ വിളിക്കപ്പെട്ടവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ വിനയമുള്ളവരാകണം. വിനയത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് 1, 2, 3, 4 ചിന്തകൾ നിങ്ങൾക്ക് ബോധ്യമാകേണ്ടതിന്, ഗുണകരമാകേണ്ടതിന്, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തേണ്ടതിന് വിനയവുമായി ബന്ധപ്പെട്ട ചില വിചാരങ്ങളെ ഞാൻ നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യം 15-ാം അധ്യായം 33-ാമത് വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത് മാനം വിനയത്തിന് കാരണമാണ് എന്നതാണ്. മാനം, നമ്മുടെ മാനത്തെ സൂക്ഷിക്കുന്ന ഒന്നാണ് വിനയം എന്ന് പറയുന്നത്. വിനയം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മാനമാണ് ലഭിക്കപ്പെടുക. മാനിക്കപ്പെടണമെങ്കിൽ വിനയം കാണിച്ചേ പറ്റുള്ളൂ എന്നതാണ് സദൃശവാക്യത്തിൽ ശലോമോൻ എന്ന ജ്ഞാനി നമുക്ക് നൽകിത്തരുന്ന ആലോചന. അപ്പോൾ എല്ലാവരും നമ്മളെ മാനിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാവരെയും വിനയത്തോട് ഇടപെടാൻ നമുക്ക് കഴിയുക. ഏത് കാര്യത്തിലും വിനയമുള്ളവരാകാൻ കഴിയുമ്പോൾ നമുക്ക് മാനം നമ്മൾ അന്വേഷിക്കാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പണിപ്പെടാതെ തന്നെ മാനം നമ്മിലേക്ക് വന്നു ചേർന്നുകൊള്ളൂ. യേശുവിൻ്റെ വിനയഭാവമാണ് യേശു മാനിക്കപ്പെടാൻ കാരണമായിട്ടുള്ളത്. പല പ്രഗത്ഭന്മാരെയും ആളുകൾ മാനിക്കാതെ പോകുന്നുണ്ട്. അവരുടെ ആശയങ്ങളും അവരുടെ രീതികളൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിലും വലിയ ആദരവില്ലാതെ പോകുന്നുണ്ട്. കാരണം എന്താ? അവർക്ക് വിനയമില്ലാതെ പോകുന്നതാണ്. അവരെ മാനിക്കാൻ ആളുകൾക്ക് കഴിയാതെ പോകുന്നു. അവരുടെ തത്വശാസ്ത്രം കൊള്ളാം, അവരുടെ കഴിവുകൾ കൊള്ളാം, അവരുടെ ചില താലന്തുകളുടെ പ്രകടനങ്ങൾ ഗംഭീരമാണ്, ഉന്നത ശ്രേണിയിലാണ് അവരൊക്കെ. പക്ഷേ അവരെ ആളുകൾ മാനിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവർക്ക് വിനയം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. വിനയം വിതരണം ചെയ്യുന്നവർക്ക് മാത്രമേ മാനം പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ, മാനം നേടാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് 15-ാം അധ്യായം അതിൻ്റെ 33-ാമത് വാക്യം. ഇനിയും വിനയമുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? വിനയമുള്ളവരുടെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയാം? അത് അനുഗ്രഹീതമായ വാക്യം മറക്കരുത്. യെശയ്യാവ് 57-ന്റെ 15-ാമത് വാക്യം. യെശയ്യാ പ്രവചനം 57-ന്റെ 15-ാമത് വാക്യത്തിൽ വിനയത്തിൻ്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഔട്ട്കം, ഒരു അനന്തര ഫലം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? വിനയമുള്ളവരോടുകൂടെ യഹോവ വസിക്കുന്നു എന്നുള്ളതാണ്. യഹോവ പരിശുദ്ധനും അത്യുന്നതനും ഉന്നതനും പരമോന്നതത്തിൽ വാസം ചെയ്യുന്നവനുമാണ്. അങ്ങനെ സർവശക്തനായ സർവജ്ഞാനിയായ പരമോന്നതത്വത്തിൽ വാസം ചെയ്യുന്ന കർത്താവ് വിനയമുള്ളവരോടുകൂടെ വസിക്കുന്നു എന്ന കണ്ടെത്തലാണ് യെശയ്യാ പ്രവചനം 57-ന്റെ 15. ഓക്കെ, അപ്പം നമ്മളോടുകൂടെ യഹോവ വസിക്കണമെങ്കിൽ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ ഉറ്റുനോക്കാൻ പോയിട്ട് വന്ന കാലേബും യോശുവയും പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരടുത്തവും ഭയപ്പെടുകയില്ല, കാരണം അവിടുന്ന് എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആവേശമാണ്. പക്ഷേ കർത്താവ് നമ്മോടുകൂടെ ഇരിക്കണമെങ്കിൽ എന്തായിരിക്കും? ഞാൻ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കേണ്ടതിന്, ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള യോഗ്യത എന്താ? വിനയമുള്ളവരായാൽ മതി. വിനയമുള്ളവരോടുകൂടെയാണ് കർത്താവ് വസിക്കുന്നത്. ധാർഷ്ട്യമുള്ള, ധിക്കാരമുള്ള, താൻപോരിമയുള്ള, അഹങ്കാരമുള്ള ആരുടെയും കൂടെ ദൈവം വസിക്കുന്നില്ല. വിനയമുള്ളവരോടുകൂടെയാണ് കർത്താവ് വസിക്കുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഇടവകയെ പ്രബോധിപ്പിക്കേണ്ട കാര്യമാണ്, ഇന്നത്തെ തലമുറയെ പ്രബോധിപ്പിക്കേണ്ട കാര്യമാണ്. ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ പെരുമാറുന്ന ഒറ്റയാളുടെ കൂടെ ദൈവം വസിക്കുന്നില്ല. യഹോവ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം എത്ര സുതാര്യമാ, സുശക്തമാ, സുദൃഢമായി മുൻപോട്ട് കൊണ്ടുപോകാനായി നമുക്ക് കഴിയും.
ജീവിത സമരമുഖങ്ങളുടെ മുമ്പിൽ ഒറ്റയ്ക്ക് തുഴഞ്ഞു കയറാൻ കഴിയാതെ വരും. ഒറ്റയ്ക്ക് നമുക്ക് അതിജീവിക്കാൻ കഴിയാതെ വരാറുണ്ട്. എന്നാൽ നമ്മളെ അതിന് പ്രാപ്തരാക്കുന്നത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ കൂടെ ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ ആകണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ക്വാളിറ്റിയാണ് യെശയ്യാ പ്രവാചകൻ എന്ന അനുഗ്രഹീത ദൈവദാസൻ വിളിച്ചു പറയുന്നത്, വിനയമുള്ളവരോടുകൂടെ യഹോവ. അപ്പം നമ്മുടെ കർത്താവ് നമുക്ക് ഇമ്മാനുവലാകണമെങ്കിൽ നാം വിനയമുള്ളവരായേ പറ്റൂ. അപ്പോൾ വിനയത്തിൻ്റെ പ്രസക്തി മനസ്സിലായോ? വിനയത്തിൻ്റെ പ്രാധാന്യത മനസ്സിലായോ? വെറുതെ ജാട കാണിക്കരുത്, വെറുതെ ധാർഷ്ട്യം കാണിക്കരുത്. ഞാൻ എന്ന പ്രയോഗം വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയത്രേ. ഞാനൊരു ഭാവന പറയട്ടെ. നമ്മുടെ ഒരു മീറ്റിങ്ങിൽ, നമ്മുടെ ഒരു സമ്മേളനത്തിൽ, നമ്മുടെ ഒരു വലിയ ആത്മീയ സമ്മേളനത്തിൽ പൗലോസ് അതിഥിയായി എത്തുന്നു എന്ന് വിചാരിക്കൂ. വെറുതെ ഒരു ഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തനങ്ങളുടെ മഹനീയത വിവരിക്കാൻ നമ്മളൊരാളെ സെലക്ട് ചെയ്യുന്നു. നാവാട്ടമുള്ള ഒരാൾ കയറി നിന്ന് 1-ാം മിഷണറി യാത്ര, 2-ാം മിഷണറി യാത്ര, 3-ാം മിഷണറി യാത്ര, ഒടുവിൽ യെരുശലേമിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് റോമിലേക്ക് കൊണ്ടുപോകുന്ന കപ്പൽ യാത്രയും ഒരു തരം മിഷണറി യാത്രയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വാദോരാതെ ഒരാളിങ്ങനെ വിശദീകരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹം മന്ദസ്മിതത്തോടെ വേദിയിലുണ്ടെന്നിരിക്കട്ടെ, വേറൊരാൾ വന്നിട്ട് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളുടെ അതിശ്രേഷ്ഠത, അദ്ദേഹത്തിൻ്റെ എഴുത്തുപുരയെക്കുറിച്ച് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഓക്കെ, മറ്റൊരാൾ പറയുന്നത് തിമോത്തിയോസ്, തീത്തോസ്, തിഹിക്കോസ്, എപ്പഫ്രാദിത്തോസ്, അക്വിലാസ്, പ്രിസ്കില്ല, ത്രൊഫൈന, ത്രൊഫോസ്, ഫേബ, കർത്തോസ്, തെർത്തോസും, അംബ്ലിയാത്തോസ്, ഉംബ്ലിയാത്തോസ്, താക്കു എന്നൊക്കെ പറയുന്ന ഒട്ടനവധി ആളുകളെ തട്ടിത്തലോടി തഴുകി വളർത്തി തനിക്ക് പകരം ഈ രണാങ്കണത്തിൽ നിലനിർത്തിയ പൗലോസിൻ്റെ ആ ശിഷ്യസമ്പത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലുള്ളതായിരിക്കുന്ന സഹപ്രവർത്തകരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐക്യവും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള തൻ്റെ ആ മനോഭാവത്തെക്കുറിച്ച് ഒരാൾ വാദോരാതെ പറയുന്നു എന്നിരിക്കട്ടെ. മറ്റൊരാൾ പൗലോസിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണ്. പ്രസംഗം മാത്രമല്ല, പ്രസംഗവും ജീവിതവും പരസ്പര പൂരകമാക്കിയ ഒരു മഹാനാണ് നമ്മുടെ വേദിയിലിരിക്കുന്നത്. ഇങ്ങനെ പൗലോസിനെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ ഓരോരുത്തരും പറയുകയാണ്. ഇനി വേറൊരാൾ എന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. പൗലോസ് വിസ്താര മണ്ഡപങ്ങളിൽ പെരുമാറിയ രീതിയെക്കുറിച്ച് ഒരാൾ പറയുകയാണ്. അഗ്രിപ്പാവിൻ്റെ മുമ്പിലും ഫെസ്തോസിൻ്റെ മുമ്പിലും അതുപോലെ ബർണിക്കായുടെ മുമ്പിലും ഒക്കെ പൗലോസ് ഏത് നിലപാടാണ് എടുത്തത്, നിനക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രതിപദിച്ച രീതി ഒക്കെ ഒരാൾ പറയുന്നു. അങ്ങനെ പൗലോസുമായി ബന്ധപ്പെട്ട മൊത്ത കാര്യങ്ങളും ഓരോരുത്തർ നമ്മെ പറഞ്ഞു കേൾപ്പിക്കുക. ഏറ്റവും ഒടുവിൽ പൗലോസിന് സമയം കൊടുക്കുന്നു. സർ, ഇത്രയേറെ കാര്യങ്ങൾ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു, പഠിച്ചു. അങ്ങ് മറുപടി പ്രസംഗമായി അല്പസമയം സംസാരിക്കണം, അത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പൗലോസിൻ്റെ ഒരു ലൈവ് ടോക്ക് കേൾക്കാൻ വേണ്ടി എല്ലാവരും കാതുകൂർപ്പിച്ച് ശ്വാസം വിടാതിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അരികോപകുന്നിൽ നിന്ന് പ്രസംഗിച്ചതുപോലെ, അങ്ങ് ഇക്കൊന്നയിൽ പ്രസംഗിച്ചതുപോലെ ഒക്കെ അദ്ദേഹം ഒരു ഗംഭീര പ്രഭാഷണം നടത്തും. അത് കേൾക്കാൻ വേണ്ടി, കുറിച്ചെടുക്കാൻ വേണ്ടി പാകത്തിന് നമ്മളിരിക്കുമ്പോൾ എൻ്റെ ഭാവനയാണ്, പൗലോസ് വേദിയിലേക്ക് വന്നിട്ട് പതിയെ പറയും, എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ എനിക്കിതിന് മറുപടി പ്രസംഗമായി പറയാനുള്ളത് ഇതൊന്നും ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയത്രേ. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കുന്നു തൻ്റെ കസേരയിലേക്ക്. നീണ്ട പ്രസംഗം കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്ന നമ്മൾ ആകപ്പാടെ നഷ്ടബോധത്തോടിരിക്കേണ്ടി വരുന്നു. പക്ഷേ നഷ്ടബോധമല്ല, അതല്ല ഏറ്റവും വലിയ പ്രസംഗം. ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയത്രേ. അതിനെയാണ് വിനയമെന്ന് പറയേണ്ടത്. അതല്ലേ അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 27-ാമത് വാക്യത്തിൽ ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും സഭയെ അറിയിച്ചു. 1-ാം മിഷണറി യാത്ര കഴിഞ്ഞ് സഭയെ ഒരുമിച്ച് കൂട്ടി അവരോട് യാത്രയുടെ വിവരണങ്ങൾ പറയുമ്പോൾ പൗലോസിൻ്റെ റിപ്പോർട്ടിൻ്റെ അവതരണത്തിൻ്റെ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. റിപ്പോർട്ട് എഴുതുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം. 14-27 മറന്നിട്ടൊരു റിപ്പോർട്ട് എഴുതരുത്. ദൈവം ഞങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തത്, ഞങ്ങൾ ചെയ്തതല്ല. രോഗികൾ സൗഖ്യമായിട്ടുണ്ട്, ഭൂതാത്മാക്കൾ വിട്ടുപോയിട്ടുണ്ട്, സഭകൾ സ്ഥാപിതമായിട്ടുണ്ട്, ആ സ്ഥാപിതമായ സഭകൾ വ്യാപകമായിട്ടുണ്ട്, നിരവധി ആളുകൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതമായിട്ടുണ്ട്. തിമോത്തിയോസിനെയൊക്കെ അവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ പ്രവൃത്തികളൊക്കെ ഗംഭീരമായി. പക്ഷേ ഇതൊന്നും ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങളോടുകൂടെ ഇരുന്ന് ദൈവം ചെയ്തതാണ്. ആ പ്രയോഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൂക്കോസ് 9-ാം അധ്യായം 10-ാം വാക്യത്തിന് നേരെ ബദലാണ് അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 27-ാമത് വാക്യം. ലൂക്കോസ് 9-ന്റെ 10-ാം വാക്യത്തിന് ബദൽ.
ഓക്കെ, ഈ അപ്പോസ്തലപ്രവൃത്തി 14:27 ദൈവം ഞങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തത്. മറ്റടുത്ത് ദൈവമെന്നൊരു പ്രയോഗമില്ല, തങ്ങൾ ചെയ്തത് യേശുവിനോട് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ റിപ്പോർട്ടിലൊന്നും ദൈവനാമം പലപ്പോഴും മഹത്വപ്പെടുന്നില്ല. നമ്മളെന്തൊക്കെയോ ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുക. ഓക്കെ, വിനയത്തിലേക്ക് വരാം. മറ്റുള്ളവരുടെ പ്രായത്തെ ആദരിക്കുന്ന, അവരുടെ പക്വതയെ ആദരിക്കുന്ന, അവരുടെ പൊസിഷനെ ആദരിക്കുന്ന, അവരിലൂടെ ദൈവം ചെയ്യുന്ന മഹത്വരമായിരിക്കുന്ന ശുശ്രൂഷകളെ ആദരിക്കുന്ന മനോഭാവം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വിനയാന്വിതരാകാൻ നമുക്ക് പറ്റും. നമുക്ക് മുൻപേ ലോകം കണ്ടവരും നമുക്ക് മുമ്പേ ഈ തട്ടകത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന ഉയർച്ച താഴ്ചകളും അനുഭവിച്ചവരാണ്. നമുക്ക് മുമ്പേ സുവിശേഷീകരണത്തിനു വേണ്ടി ഉയർത്തവരാണ്. നമുക്ക് മുമ്പേ ആക്ഷേപം അനുഭവിച്ചവർ ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ടൊന്നും നമുക്ക് കയറിപ്പോകാൻ പറ്റില്ല. അവരെയൊക്കെ അംഗീകരിക്കാൻ കഴിയുന്ന മനസ്സിനെയാണ് ഈ വിനയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ പലർക്കും ഇല്ലാതെ പോകുന്നത് അത് തന്നെയാണ്. വിനയം അത് അത്യാവശ്യമാണ്. വിളിക്ക് യോഗ്യമാകും വണ്ണം പൂർണ്ണ വിനയമുള്ളവരായി മാറാൻ കഴിയണം. ഞാനൊരു വിശേഷമായിരിക്കുന്ന ചിന്ത ഓർമ്മപ്പെടുത്തട്ടെ. ബത്ലഹേമിൽ നിന്ന് 55 മൈൽ അകലെയുള്ളതായ മോവാബിൽ നിന്ന് വന്ന ഒരു യുവതിയെ നമുക്കറിയാം, രൂത്ത്. അമ്മാവിയമ്മയുടെ സംരക്ഷണത്തിനു വേണ്ടി അവർക്കൊപ്പം കുന്നുകൾ, മലകൾ, പുഴകൾ, താഴ്വരകൾ, സമതലങ്ങൾ, മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളൊക്കെ താണ്ടി ബത്ലഹേമിലെത്തുന്നു. 55 മൈലാണ് അവൾ താണ്ടിയത്. മരിച്ചുപോയവൻ്റെ അവകാശം നിലനിർത്തേണ്ടതിനെന്ന് രൂത്ത് 4:10 നമ്മൾ വായിക്കുന്നു. വെറുതെ ഒരു യാത്രയല്ല. മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ പേര് നിലനിർത്താൻ, അവൻ്റെ അവകാശം നിലനിർത്തുവാൻ, മരിച്ചുപോയവൻ്റെ അവകാശത്തെ നേടാൻ, അതൊക്കെ ഭയങ്കര ആത്മീക ചിന്തകളുള്ളതാണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. രൂത്തിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, ബോവസ് കൊടുക്കുന്ന ഒരു നിർദ്ദേശം രൂത്തിന് മാത്രമായി പോകരുത്, നമുക്കെല്ലാവർക്കുമാകണം. വിനയമെന്ന പാഠത്തിൽ അത് ഗ്രഹിച്ചേ പറ്റൂ. അവിടെ വന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവൾ ബോവസിൻ്റെ കണ്ടത്തിൽ വീണ് കിടക്കുന്ന കതിർമണികൾ പെറുക്കി കൂടയിലാക്കി 2 വയറ് കഴിയേണ്ടതിനുള്ള അധ്വാനത്തിൻ്റെ തിരക്കിലാണവൾ. ഇവൾ ഉത്തമ സ്ത്രീയാണെന്നുള്ളത് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുകയും ബോവസിനത് നേരിട്ട് ബോധ്യമാകുകയും ചെയ്തതുകൊണ്ട് ബോവസ് അവളോട് പറയുന്നു, നീ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, 1. 2 ഇവിടം വിടണ്ട. 3-ാമത്തേത് ശ്രദ്ധിക്കണം, കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്നു കൊള്ളുക. കൊയ്ത്തുകാരുടെ പിന്നാലെ. ആ പ്രയോഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞാൻ ബോവസിൻ്റെ സുവിശേഷം എന്ന് പേരിടട്ടെ. തെറ്റിപ്പോകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബോവസിൻ്റെ സുവിശേഷം. എന്താ ബോവസ് പറയുന്നത്? നീ കൊയ്ത്തുകാരുടെ പിന്നാലെ നടക്കണം. കുഞ്ഞെ, നീ അങ്ങ് മോവാബിൽ നിന്ന് വന്നവളാണ്. നിനക്ക് ബത്ലഹേം അത്ര വലിയ പരിചയമില്ല. കഴിഞ്ഞ ദിവസമല്ലേ നീ ഇവിടെ വന്നത്? ബത്ലഹേമിൻ്റെ കണ്ടം, അതിൻ്റെ പുതയൽ, അതിനകത്തെ കല്ല്, അതിനകത്തെ കുഴി എവിടാന്നൊന്നും നിനക്കറിയില്ല. നിനക്ക് മുമ്പ് ഈ കണ്ടത്തിലിറങ്ങി പരിചയമുള്ളവരുണ്ട്. നീ അവരുടെ മുമ്പേ കയറി പോകരുത്, അവരുടെ പിന്നാലെ നിൽക്കണം. ഈ ബോധം എത്ര പേർക്കുണ്ട്? ശുശ്രൂഷകന്മാരിൽ എത്ര പേർക്കുണ്ട്? ഇന്നത്തെ ആധുനിക സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് സുവിശേഷ ഘോഷണത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച പിതാക്കന്മാരെ അവഗണിച്ചുകൊണ്ട് പക്വതയുള്ള, പാകതയുള്ള, വചനപരിജ്ഞാനമുള്ളവരെ വകഞ്ഞൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് പുത്തൻ തലമുറയുടെ ആഘോഷ പരിപാടികൾ കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? പിന്നാലെ നിൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. അപ്പച്ചൻ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ചെറുപ്പക്കാരുടെ ധാർഷ്ട്യം കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം സമ്മതിക്കുക, താങ്കൾക്കറിയാവുന്നതുപോലെ ഗ്രീക്ക് ഭാഷയോ എബ്രായ ഭാഷയോ ആംഗലേയ ഭാഷയോ ഒന്നും കൈവശമില്ലാത്ത കുറേ പിതാക്കന്മാരായിരുന്നു കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ സുവിശേഷീകരണത്തിൽ ആദ്യം ഇറങ്ങിയത്. അത് ഞാൻ സമ്മതിക്കുന്നു. നമ്മളിന്ന് സൂക്ഷിച്ച് അടുക്കി വെച്ചിരിക്കുന്ന പോലെ കമൻട്രികളുടെ വലിപ്പമൊന്നും അവർക്കില്ലായിരുന്നു. ആകെപ്പാടെ ഉള്ളത് ബൈബിൾ സൊസൈറ്റിയുടെ ഒരു പുസ്തകം മാത്രം, ബൈബിൾ മാത്രം. പിന്നെ അതിനകത്ത് കുറേ കുത്തിവരകളും അതിനകത്ത് അടുക്കി വെച്ചിരിക്കുന്ന കുറേ പേപ്പർ തുണ്ടുകളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. കമൻട്രികളൊന്നും ഇല്ലായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ സുവിശേഷത്തെയും അവരുടെ ഉപദേശത്തെയും അപ്പച്ചൻ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് വകഞ്ഞു മാറ്റിയിട്ട് അവരുടെ മുമ്പേ കയറി പോകുന്ന പ്രവണതയുണ്ടല്ലോ, അത് അപകടത്തിലേക്കാണ്, അനർത്ഥത്തിലേക്കാണ്. ഈ പറഞ്ഞതൊന്നും അവർക്കില്ലായിരുന്നെങ്കിലും അവർക്കുള്ള ഒന്ന് നമ്മൾ മറക്കരുത്. അതെന്തായിരുന്നു? ദൈവം കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് അവരുടെ മേൽ ധാരാളമായി പകർന്നു കൊടുത്ത ദൈവകൃപയുടെ വ്യാപാരം, ദൈവാത്മശക്തിയുടെ വല്ലഭത്വം. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, നിങ്ങൾ എത്ര പേര് അതിനോട് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. അംഗീകരിച്ചില്ലെങ്കിലും അനുഭവമായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ധാരാളം കമൻട്രികളുണ്ട്.
ആ കമൻട്രികളെ റെഫർ ചെയ്യുമ്പോൾ, പഠിപ്പിക്കേണ്ടതിന്, പ്രസംഗം തയ്യാറാക്കേണ്ടതിന്, വചനം പഠിക്കേണ്ടതിന് വ്യക്തിപരമായിട്ടൊക്കെ ഈ കമൻട്രികളെ റെഫർ ചെയ്യുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ കമൻട്രികൾ വായിക്കാൻ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ചില പിതാക്കന്മാർ, എൻ്റെ പിതാവ് പാസ്റ്റർ ഏബ്രഹാം ചാക്കോ ഇമ്പങ്ങളുടെ തീരത്ത് വിശ്രമിക്കുന്ന ആ ഭക്തനായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമൊക്കെ പ്രസംഗിക്കുന്നത് ചെറുപ്രായം മുതൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞ സാധനമൊക്കെ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. അവരിത് കണ്ടിട്ടില്ലെന്ന്. അവർ ഈ കമൻട്രി കണ്ടിട്ടില്ല. എൻ്റെ പപ്പായെക്കുറിച്ച് എനിക്കറിയാമല്ലോ, അദ്ദേഹം ഇത് വായിച്ചിട്ടില്ല, അദ്ദേഹം ഇത് കണ്ടിട്ടില്ല. ഞാൻ പിന്നീട് വാങ്ങിച്ചതാണ് ഇതൊക്കെ. അത് ഞാൻ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ചില വിശേഷ വിചാരങ്ങൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെ കിട്ടി ഇതൊക്കെ? അത് കിട്ടാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ. മുഴങ്കാലുമടക്കി, ചാണകം മെഴുകിയ തറയിൽ മുഴങ്കാലുമടക്കിയപ്പോൾ ദൈവം പകർന്നു കൊടുത്ത കൃപയുടെ വ്യാപാരമാണ്. ആ കാലഘട്ടത്തിന് അത് ആവശ്യമായിരുന്നതുകൊണ്ട് അവരെ ദൈവം ഉപയോഗിച്ചു. ഞാൻ ചോദിക്കുന്നു, അവരെ പിന്നിലാക്കിയിട്ട് മുമ്പേ കയറണോ? രൂത്തിനോട് ബോവസ് പറയുന്ന ആ കാര്യം മറക്കരുത്. നീ അവരുടെ പിന്നാലെ കൂടിക്കോണം. പിന്നാലെ നിൽക്കാനുള്ള മനസ്സ് വിനയത്തിൻ്റെ മനസ്സാണെന്ന് പഠിക്കും. പിന്നാലെ നിൽക്കാനുള്ള മനസ്സാണ് വിനയത്തിൻ്റെ മനസ്സ്. മുമ്പേ കയറി പോകണ്ട. അവരെ ആദരിക്കുക. കൂടുതൽ യത്നിച്ചവർ, കൂടുതൽ പ്രയത്നിച്ചവർ, കൂടുതൽ ഉയർത്തവർ, കൂടുതൽ അപമാനം സഹിച്ചവർ, ഓക്കെ, അവരെ നമുക്ക് ആദരിക്കാൻ കഴിയുന്ന ഗുണത്തെയാണ് ഇവിടെ പൗലോസ് പറയുന്നത് വിനയം. വിളിക്കപ്പെട്ടവൻ വിനയമുള്ളവനാകണം. വിനയമില്ലാത്തവനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനെന്ന ഭാവം പാടേ ഉരിഞ്ഞു മാറ്റിയിട്ട് വരുന്നുണ്ട് പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യൻ ആ ധാർഷ്ട്യത്തിൻ്റെ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ ആ ധിക്കാരത്തിൻ്റെ മനുഷ്യൻ. അതിനെ പാടെ ഉരിഞ്ഞു മാറ്റിയിട്ട് വിനയാന്യതരായി തീരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ എപ്പിസോഡിൽ വിനയമെന്ന ഒറ്റച്ചിന്ത മാത്രമാണ് നൽകുന്നത്. അത് ആ വിഷയത്തിൻ്റെ പ്രാമുഖ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി, വേറെ ഒന്നും അതിനോട് കൂട്ടിച്ചേർക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് വിനയം എന്ന വിഷയം. വിനയമുള്ളവരായി നമുക്ക് മാറാം. 2025 ആണ്ട് ധാർഷ്ട്യത്തിൻ്റെതാകല്ലേ, അഹന്തയുടേതാകല്ലേ, അഹങ്കാരത്തിൻ്റെതാകല്ലേ. മാനിക്കേണ്ടവരെയൊക്കെ മാനിക്കാൻ, സ്നേഹിക്കേണ്ടവരെയൊക്കെ സ്നേഹിക്കാൻ, ചേർത്ത് നിൽക്കേണ്ടവരെയൊക്കെ ചേർത്ത് നിർത്താൻ, ചേർന്ന് നിൽക്കേണ്ടവരോടൊക്കെ ചേർന്ന് നിൽക്കാൻ, പിന്നിൽ നിൽക്കേണ്ടവരുടെ പിന്നിൽ നിൽക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ മുൻപിലേക്ക് കർത്താവ് കൊണ്ടുവരും. രാജാവായിട്ട് അഭിഷേകം എൻ്റെ തലയിലാണ് വീണത്, ഞാൻ രാജാവാകാൻ പോവുക എന്നും പറഞ്ഞ് കയറി ചെന്നില്ല കൊട്ടാരത്തിലേക്ക്. ഒളിച്ച് നടക്കുകയായിരുന്നു ശൗലിനെ പേടിച്ച്. എൻഗതി മരുഭൂമി വഴി, കാട്ടാട്ടിൻപാറ വഴി, യഹൂദ മരുപ്രദേശം വഴി, തിന്നാനില്ലാതെ കുടിക്കാനില്ലാതെ കാടുവഴിയൊക്കെ നടന്നുപോയ ദാവീദിനെ ഓർമ്മയുണ്ടോ? പിന്നാലെ നിൽക്കുകയായിരുന്നു. പിന്നാലെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം മുൻപിൽ കൊണ്ടുവന്നു. അതുതന്നെയാണ് നമുക്ക് ആവശ്യം. വിനയമുള്ളവരാകാം. അതിന് കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.